ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സിയോന്റെ അനുഗ്രഹങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 134 അധ്യായം 3 വാക്യം. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ കർത്താവ് സിയോനിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹം എന്ന വാക്ക് എത്ര മധുരമാണ്. എല്ലാവരും അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. കുട്ടികൾ മാതാപിതാക്കളുടെ അനുഗ്രഹത്തിനായി ആഗ്രഹിക്കുന്നു. ആളുകൾ അധ്യാപകരുടെയും മൂപ്പന്മാരുടെയും മാന്യരുടെയും അനുഗ്രഹങ്ങൾ തേടുന്നു. അതുപോലെ ദൈവദാസന്മാരുടെ അനുഗ്രഹവും നമുക്ക് ആവശ്യമാണ്. സങ്കീർത്തനങ്ങളിൽ പലയിടത്തും സിയോന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നാം വായിക്കുന്നു. മുകളിലുള്ള വാക്യം പരിഗണിക്കുക. സിയോനിൽ നിന്ന് കർത്താവിലൂടെ വരുന്ന അനുഗ്രഹത്തെക്കുറിച്ച് അത് പറയുന്നു. ദാവീദ് ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ കർത്താവ് സിയോനിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും സങ്കീർത്തന പുസ്തകം പറയുന്നു, യഹോവ സിയോനിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും നിങ്ങൾ യെരൂശലേമിന്റെ നന്മ കാണും. ഇത് സങ്കീർത്തനം 128 അധ്യായം 5 വാക്യത്തിൽ കാണപ്പെടുന്നു. സിയോനിൽ നിന്ന് വരുന്ന സ്വർഗീയ അനുഗ്രഹങ്ങളുണ്ട്. ഈ ജീവിതത്തിലേക്കുള്ള ഭൗമിക അനുഗ്രഹങ്ങളുമുണ്ട്. ആവർത്തന പുസ്തകം 28 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഭൗമിക അനുഗ്രഹങ്ങളെ കുറിച്ച് നാം വായിക്കുന്നു. നിങ്ങളുടെ ഗർഭഫലവും നിങ്ങളുടെ നിലത്തിന്റെ വിളവും നിങ്ങളുടെ കന്നുകാലികളുടെ പെരുപ്പവും നിങ്ങളുടെ ആടുകളുടെ ആട്ടിൻകൂട്ടവും അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കുട്ടയും നിങ്ങൾ കുഴയ്ക്കുന്ന പാത്രവും അനുഗ്രഹിക്കപ്പെടും. അതേസമയം സിയോന്റെ ആത്മീയ അനുഗ്രഹങ്ങളും നമുക്കുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവൻ ക്രിസ്തുവിൽ സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇത് എഫേസ്യർ 1 അധ്യായം 3 വാക്യത്തിൽ കാണപ്പെടുന്നു. അതെ, ക്രിസ്തുവിൽ നമുക്ക് മുകളിൽ നിന്നുള്ള മഹത്തായ ആത്മീയ അനുഗ്രഹങ്ങളുണ്ട്. ഈ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, സിയോനിൽ നിന്ന് വരുന്ന രക്ഷയുടെ സന്തോഷമുണ്ട്. യേശു നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു, നമ്മുടെ ശാപങ്ങൾ തകർത്തു, ദൈവമക്കളുടെ കൂട്ടായ്മയിലേക്ക് നമ്മെ കൊണ്ടുവന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ അത് നമുക്കൊരു വലിയ അനുഗ്രഹമായി മാറുന്നു. നരകത്തിന്റെ ശക്തിയിൽ നിന്ന് നാം മോചിതരായി സ്വർഗത്തിലേക്കുള്ള പാതയിലേക്ക് നടക്കുകയാണെന്ന് അറിയുന്നത് എത്ര അത്ഭുതകരമായ ഒരു അനുഗ്രഹമാണ്. രണ്ടാമതായി, സിയോന്റെ അനുഗ്രഹങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഏറ്റവും പ്രധാനമാണ്. പിതാവിന്റെ സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന ജീവജലം പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി നമ്മുടെ ആത്മാവിനെ നിറയ്ക്കുമ്പോൾ അത് എത്ര സന്തോഷകരമാണ്. സ്വർഗീയ ശക്തി നമ്മിൽ വരുന്നു. ജീവന്റെ ആത്മാവ് നമ്മിലേക്ക് പകരപ്പെടുന്നു. ക്രിസ്തുവിന്റെ ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ആത്മാവിന്റെ ഫലങ്ങൾ നമ്മിൽ പ്രകടമാകുമ്പോൾ അതൊരു മഹത്തായ അനുഗ്രഹമല്ലേ? ദൈവമക്കളെ, കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, പിന്നീട് ഞാൻ എൻ്റെ ആത്മാവിനെ എല്ലാ ജഡത്തിന്മേലും പകരും എന്ന്. ഇത് യോബേൽ 2 അധ്യായം 28 വാക്യത്തിൽ കാണപ്പെടുന്നു. നിങ്ങൾക്ക് അത് ലഭ്യമാകുമോ? അതിനായി നമുക്ക് കാംക്ഷിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 3 യോഹന്നാൻ 1 അധ്യായം 2 വാക്യം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മാവ് അഭിവൃദ്ധിപ്പെടുന്നത് പോലെ നിങ്ങൾ എല്ലാത്തിലും അഭിവൃദ്ധി പ്രാപിക്കുകയും ആരോഗ്യത്തോടിരിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 ദിനവൃത്താന്തം 30-31 അധ്യായങ്ങൾ. വൈകുന്നേരം യോഹന്നാൻ 18 അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.